പ്രതിരോധ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തുർക്കി തങ്ങളുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ലോകത്തിലെ അതിശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് തുർക്കി ഉയർത്തുന്ന ഒന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത. തങ്ങളുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM തുർക്കി ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുന്നു. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇന്ത്യത്തിലേക്ക്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തുർക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവന്ന കഠിനമായ പരിശ്രമങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണെന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തുർക്കിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. ഈ മിസൈലിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അതീവ കൃത്യതയോടെ തകർക്കാൻ ഇതിന് സാധിക്കും. സാധാരണഗതിയിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 5000-ലധികം കിലോമീറ്റർ പ്രഹരശേഷി ഉണ്ടാകാറുണ്ട്. തുർക്കിയുടെ ഈ പുതിയ മിസൈലും അത്തരത്തിൽ ഭൂഖണ്ഡങ്ങൾ കടന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ്. അത്യാധുനികമായ ഗൈഡൻസ് സിസ്റ്റവും കരുത്തുറ്റ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി കുറയ്ക്കാനും സ്വന്തം രാജ്യത്ത് തന്നെ ലോക നിലവാരമുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും തുർക്കി കാണിക്കുന്ന താല്പര്യം ഈ മിസൈലിന്റെ നിർമ്മാണത്തിലൂടെ വ്യക്തമാകുന്നതാണ്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിലെ ഒരു പ്രധാന അംഗം എന്ന നിലയിൽ തുർക്കിയുടെ ഈ പുതിയ കരുത്ത് മറ്റ് അംഗരാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സന്തുലിതമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന തുർക്കിക്ക് ഇത്തരമൊരു പ്രതിരോധ ആയുധം കൈവശം വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിലപേശൽ ശേഷി നൽകും. ആയുധ മത്സരങ്ങളുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന ആശങ്ക ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇത്തരം പ്രതിരോധ സജ്ജീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ് തുർക്കിയുടെ ഔദ്യോഗിക നിലപാട്. പ്രാദേശികമായ വെല്ലുവിളികളെ നേരിടുന്നതിനും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനും ഈ മിസൈൽ സംവിധാനം തുർക്കിയെ സഹായിക്കും. ഈ ഒരു നേട്ടത്തിലൂടെ ലോകത്തിലെ ICBM ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് തുർക്കിയും പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം ICBM വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതു ഭാഗത്തും ആക്രമണം നടത്താനുള്ള സൈനിക ശേഷി കൈവരിച്ചു എന്നാണ് അർത്ഥം. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, ഉത്തര കൊറിയ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് ഔദ്യോഗികമായി ഈ സാങ്കേതിക വിദ്യ ഉള്ളത്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾക്കൊപ്പം തങ്ങളും പ്രതിരോധ കാര്യത്തിൽ പിന്നിലല്ല എന്ന് തുർക്കി തെളിയിച്ചിരിക്കുന്നു. മിസൈലിന്റെ കൃത്യമായ പരീക്ഷണ വിവരങ്ങളും അതിന്റെ സഞ്ചാര പഥവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഈ വാർത്ത ഇതിനോടകം തന്നെ ആഗോള സൈനിക നിരീക്ഷകർക്കിടയിൽ വലിയ താല്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരു രാജ്യം എങ്ങനെയാണ് തങ്ങളുടെ സുരക്ഷാ കവചം തീർക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ മിസൈൽ പ്രൊജക്ടിനെ കാണാം. വരും വർഷങ്ങളിൽ തുർക്കിയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയിലും ഈ മുന്നേറ്റം വലിയ ഗുണങ്ങൾ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ.